എന്തായിരിക്കും അടുത്തൊരു ജന്മം നമ്മുടേത് അറിഞ്ഞിരിക്കണ്ടേ? ജീവിതം ദുരന്തമാക്കിയാൽ മരണവും ഒരു ദുരന്തമാണ്. കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില വഴികളുണ്ട്. ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഗതി കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗതി എന്തായി മാറും? അധോഗതിയായി മാറും. ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ചെടുക്കണം. നിങ്ങൾ നോക്കൂ, ഒരു ആളുടെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ മറ്റു മതത്തിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് നമ്മുടെ ഭാരത ചിന്താഗതികൾ. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 31-ാം അധ്യായം എടുക്കുക. ഇതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം എന്താ അറിയോ, ഹിന്ദുക്കളേറെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വിഷയമാണ് മരണം. നിങ്ങളോടൊക്കെ എനിക്കൊരു വിനീതമായൊരു അപേക്ഷയുണ്ട്. ആരെങ്കിലുമൊക്കെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ പരേതന നിത്യശാന്തി നേരുന്നു എന്ന് പറയരുത്. ഈ നിത്യശാന്തി കച്ചവടം നമ്മുടെ അല്ല. ഈ നിത്യശാന്തി കച്ചവടക്കാരുടെയാ. പരേതന നിത്യശാന്തി നേരരുത് നിങ്ങളാരും. പരേതന നിത്യശാന്തി നമുക്കില്ല. ആ പരിപാടി, നിത്യശാന്തി പരിപാടി നമുക്കില്ല. ഉണ്ടോ? എന്താ മനസ്സിലായിട്ടില്ല? എല്ലാവരും വായി പൊളിച്ച് നോക്കുക. എന്താ നിത്യശാന്തി എന്ന് പറഞ്ഞാൽ? എന്താ നിത്യശാന്തി എന്ന് പറഞ്ഞാൽ മറ്റ് പ്രത്യേകിച്ച് അത് ക്രിസ്ത്യൻ തോട്ട്സ് എന്ന് വന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു വിശ്വാസം, ഈ ആത്മാവെന്ന് പറയുന്നത് അവർക്ക് എന്താ അറിയാൻ മനസ്സിലായിട്ടോ എനിക്കറിയില്ല. അവർ പറയുന്ന ആത്മാവ് അത് ശരീരത്തിൻ്റെ കൂടെ നിൽക്കും അത്രേ. അപ്പം അതിനെ അവർ ദഹിപ്പിക്കില്ലല്ലോ, അവർ അടക്കം ചെയ്യല്ലേ. അപ്പം അടക്കം ചെയ്യുന്ന ബോഡിയുടെ കൂടെ ആരുണ്ടാവും? അപ്പം ആ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. നിത്യശാന്തി എന്ന് പറഞ്ഞാൽ ദൈവം വന്ന് വിളിക്കുന്നത് വരെ അവിടെ തന്നെ അടങ്ങി ഇരുന്നോളാം. അവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. ദൈവം വിളിക്കും. എങ്ങോട്ട്? ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ അവർ വന്നിട്ട് നിങ്ങൾക്ക് കാർഡ് തരില്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവം ഒരിക്കലും വന്നിട്ട് അതിന് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് അവർ പറയാം. എന്താണ് ജഡ്ജ്മെൻറ്റ് ഡേ? അവർക്കൊരു ജഡ്ജ്മെൻറ്റ് ഡേ ഉണ്ട്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് ഡേയിൽ ദൈവം വന്നിട്ട് എന്ത് വെച്ചാൽ പുണ്യം ചെയ്തവരൊക്കെ റെക്കോർഡ് നോക്കും. റേഷൻ കാർഡൊക്കെ കൃത്യമായിട്ട് റേഷൻ വാങ്ങിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ നാട്ടുകാരെ, അതൊക്കെ നോക്കിയിട്ട് പുണ്യം ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ആ ആത്മാവിന് നേരെ ടിക്കറ്റ് കൊടുക്കും. വോട്ട് ചെയ്യാൻ പോയിക്കോളൂ. എവിടെ? സ്വർഗത്തിൽ. അല്ലാത്തവർക്കൊക്കെ പെർമനൻ്റ് നരകമൊക്കെ കൊടുത്ത് ദൈവം, അങ്ങനെയൊക്കെ ഒരു സങ്കല്പമാണ് ഈ എന്താണ് മറ്റു മതങ്ങളുടെ. എന്നാൽ ഹിന്ദു മതത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിത്യശാന്തിയില്ല. നമുക്ക് രണ്ട് കാര്യമുള്ളൂ. ഒന്നുകിൽ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. വീണ്ടും വീണ്ടും ചിന്തകളുണ്ടോ? ഇവിടെ വന്നേ പറ്റുള്ളൂ. ഈ ചിന്തകളാണ് മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത്. നമ്മുടെയൊക്കെ വീട്ടിൽ പയറിൻ്റെ വിത്ത്, വെണ്ടയുടെ വിത്ത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത് ഏതാണ്? ചിന്തകളുണ്ടോ? എന്താ ഈ ചിന്തകളെന്ന് പറഞ്ഞാൽ? പലതും അനുഭവിച്ച് തൃപ്തി വന്നിട്ടില്ല, പലതിനോടുള്ള ഒട്ടൽ അവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അനുഭവിച്ചത് തന്നെ വീണ്ടും 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 അനുഭവിക്കാനായി, വീണ്ടും വീണ്ടും അനുഭവിക്കാനായി. ഇവിടെ പുനശ്ച ജീവൻ മോഹിതനായ ഈ ജീവാത്മാവ് വീണ്ടും സ്ത്രീ അന്നപാനാദി സുഖങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഇവിടെ വരേണ്ടതുണ്ട്. ഇനി ആരാണോ ഇത്തരം വാസനകളെ ഇവിടെ മറികടന്ന് പരമാത്മബോധത്തിൽ ഭക്തിയിൽ അലിഞ്ഞു ചേരുന്നത്, അവർ എത്തുന്നത് പൂർണ്ണബോധത്തിലാണ്, ഭഗവാനിൽ എത്തിച്ചേരുക. ഇതിൻ്റെ പേരാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ജീവബ്രഹ്മ ഐക്യമെന്നോ ബ്രഹ്മനിർവാണം എന്നൊക്കെയാണ് കൃഷ്ണൻ പേരിട്ടിരിക്കുന്നത്. ഗീത 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഖ്യതി സ്ഥിത്വാസ്യാമന്തകാലേഭി ബ്രഹ്മനിർവാണം ഋച്ഛതി. പൂന്താനത്തിൻ്റെ വരികളൊക്കെ ഓർമ്മയുണ്ടോ അറിയില്ല. അവസാനം പൂന്താനം പറയും, കർമ്മങ്ങളെല്ലാം അശേഷം കെട്ടടങ്ങുമ്പോൾ ജീവനും കുതിക്കുന്നു, ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. എന്തുവരും? ഇല്ലേ? പൂന്താനത്തിൻ്റെ അവസാനം ആ വരികൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വരിക?
ബ്രഹ്മസായുജ്യം എന്നൊരു വാക്ക്. ഈ സംഗതിയൊന്നും മറ്റ് മതങ്ങൾക്ക് അങ്ങനെ ഇത് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മസായുജ്യം ഇതര മതങ്ങളിൽ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നോക്കൂ, ബ്രഹ്മസായുജ്യം എന്നൊരു വാക്ക്, അല്ലെങ്കിൽ വീണ്ടും നല്ല ജന്മങ്ങൾ കിട്ടട്ടെ എന്നതല്ലേ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്? നിത്യശാന്തി നേരേണ്ടവരാണോ നമ്മൾ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? അപ്പോൾ എന്താണ് ജീവന് സംഭവിക്കുന്നത്? ഇത് നമുക്ക് വ്യക്തമല്ല. ഇപ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ മരണം എന്ന് പറയുന്നത് ഭാരതീയ ഋഷിവര്യന്മാർക്ക് പണ്ട് മനസ്സിലായിരുന്നു. മരണം എന്ന് പറയുന്നത് ഈ ശരീരം ഇനി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ, അതായത് വെയിൻ സിസ്റ്റങ്ങളൊക്കെ വീക്കായി കഴിഞ്ഞാൽ പ്രാണൻ ഈ ശരീരം വിട്ടുപോകും. അപ്പോൾ ഈ പ്രാണൻ വിട്ടുപോകുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്ന മുഖ്യ പ്രാണൻ മറ്റ് പ്രാണന്മാരെയൊക്കെ ഇങ്ങോട്ട് വലിക്കും. ഏതൊക്കെ പ്രാണന്മാരെ? നെഞ്ചിലിരിക്കുന്ന ഉദാനൻ, താഴെ അപാനനാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് താഴോട്ടെല്ലാം തള്ളിക്കളയുന്നതൊക്കെ ആ അപാനൻ. പിന്നെ ഹാർട്ടിലിരിക്കുന്ന വ്യാനൻ, വയറിനകത്തിരിക്കുന്നൊരു സമാനൻ. പിന്നെയുണ്ട് കുറേ പ്രാണന്മാരാ, 10 പ്രാണന്മാരുണ്ടെന്നാണ്. പക്ഷേ ഇതാണ് പ്രധാനപ്പെട്ട പ്രാണന്മാർ. ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും ഇല്ലേ? ഇതെവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഈ എന്താണ് ഈ പേരുകൾ? പ്രാണൻ, അപാനൻ, വ്യാനൻ എന്നൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കണം? ഡെയിലി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണത്. നമ്മൾ ഹിന്ദുക്കൾ എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അറിയില്ല. എവിടെ ഉപയോഗിക്കുക? അറിയുന്നവർ എത്ര പേരുണ്ടെന്ന് കൈപൊക്കും നോക്കട്ടെ. അറിയുന്നവർ, അറിയാത്തവരെന്ന് കൈപൊക്കും. ഇതെവിടെ ഉപയോഗിക്കുന്ന? അറിയാത്തവർ കുറേ പേർക്ക് അറിയില്ല. ഇത് ഡെയിലി പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് ഓം പ്രാണായ സ്വാ, ഓം പാനായ സ്വാ, ഓം വ്യാനായ സ്വാ, ഓം ദാനായ സോം, സമാനായ സോം ബ്രഹ്മണി. കേട്ടില്ലേ ഇതൊക്കെ? ഇങ്ങനെ വിരലുകൊണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ? ഈ മന്ത്രങ്ങളാ ചൊല്ലുക. ഏത്? 5 പ്രാണന്റെ പേരുകൾ. ഈ പ്രാണന്റെ പേരുകളാണ് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുക. ഇനി മറക്കരുത്. എവിടെ ഉപയോഗിക്കുക? നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് പ്രാണായ സ്വാ, അപാനായ സ്വാ. ഇനിയിപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ കാണിച്ചു കൊടുക്കുക. അപാനായ സ്വാ, വ്യാനായ സ്വാ, സമാനായ സ്വാ. ഇതൊക്കെയാണ് മന്ത്രങ്ങൾ. ഇപ്രകാരം ഈ പ്രാണൻ, മുഖ്യപ്രാണൻ മറ്റു പ്രാണന്മാരെ, മുക്കുവൻ വല വലിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഒരു വലയാണ് പ്രാണെന്ന് കരുതുക. വലയാണ് പ്രാണൻ. ആ വലയിലെ മത്സ്യങ്ങളാണ് ചിന്തകൾ. വലയിലെ മത്സ്യമാണ്, ആ വെള്ളമാണ് ശരീരം എന്ന് കരുതുക. അപ്പം ആ വെള്ളമാകുന്ന ശരീരത്തിൽ നിന്നും പ്രാണൻ ചിന്തകളെ മുഴുവൻ ഈ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് മരണം. എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈലിൻ്റെ അകത്തുനിന്ന് സിം കാർഡ് ഊരിയെടുക്കുന്ന പരിപാടി. അത് വേഗം മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു സ്ലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ സ്ലോട്ടിൽ വെച്ചിരിക്കുന്ന സിം കാർഡ് നമ്മൾ എടുക്കുന്ന പോലെയാണ് ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ എന്ന സ്ലോട്ടിൽ നിന്ന് മനസ്സ് ഇജക്റ്റഡ് ആയിപ്പോയി. ക്ലിയർ ആണല്ലോ? CD, പണ്ടൊക്കെ CD നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇജക്റ്റ് ചെയ്ത് വരുന്ന പോലെ നമ്മുടെ മനസ്സ് പ്രാണൻ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തും. മനസ്സും പ്രാണനും ചേർന്ന കൂട്ടിനെയാണ് ജീവാത്മാവ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ ജീവൻ എന്ന് പൊതുവെ വിളിക്കുന്നതും ആത്മാവെന്നൊക്കെ പൊതുവെ വിളിക്കുന്ന. ആത്മാവ് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ജീവൻ പോയിന്നോ? പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി. പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി. ഇനി അടുത്ത ചോദ്യം വരികയാണ്, ഇത് വേർപ്പെടുത്തിയിട്ട് എവിടെയാ പോണത്? പ്രാണൻ വേർപ്പെടുത്തിയിട്ട് എവിടെയാ പോണത്? പ്രാണൻ നിലനിൽക്കണമെങ്കിൽ അതിന് ജലം ഉണ്ടായേ പറ്റുള്ളൂ. ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നതിന് കാരണം ഈ ശരീരത്തിൽ 84% ജലാംശമുള്ളൂ. എപ്പോൾ ജലമില്ലേ ബോഡിയിൽ, ഭക്ഷണം കിട്ടിയില്ലേയും വേണ്ടിയില്ല, എന്ത് വേണം? അതുകൊണ്ടാണ് ഡ്രിപ്പ് കൊടുത്ത് നിർത്തുന്നത്. ഒട്ടും ശരീരത്തിൽ ജലമില്ലെങ്കിൽ പ്രാണനെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാണൻ നിലനിൽക്കണമെങ്കിൽ ജലം വേണമെങ്കിൽ പ്രാണൻ പോയാലും എവിടേക്കാവും പോവുക? ജലത്തിലേക്കാണ്. ഇത് എത്രയോ ചിരപുരാതന കാലം മുതൽക്ക് തന്നെ
ഡാർവിൻ ജോസഫ് ജനിക്കുന്നതിന് മുമ്പ് ഭാരതീയർ മനസ്സിലാക്കിയിട്ട് ഡാർവിൻ കെനിയയിൽ റിസർച്ച് ചെയ്തിട്ടാണ് തിയറി ഓഫ് എവല്യൂഷൻ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഈ കെനിയയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്കങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം കുറേ കാലം റിസർച്ച് ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷൻ കണ്ടത്. അപ്പം അങ്ങനെ പറയണു, അദ്ദേഹം ഈ പ്ലോട്ടോപ്ലാസം എന്ന പ്രക്രിയ വെള്ളത്തിലൂടെ ഉണ്ടാകുന്നു, അങ്ങനെ ജീവൻ അമീബ ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെ അത് ഫർദർ മൾട്ടിപ്പിൾ ആകുന്നു, അങ്ങനെയൊക്കെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ജലത്തിലൂടെയാണ് ജീവൻ വികസിച്ച് വരുന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർ പറയുന്നു, ഭാരത ഋഷിവര്യന്മാർ, ജീവൻ 4 രൂപത്തിലാണ് പ്രകടമാവുക. 5000 വർഷം മുമ്പ് നമ്മുടെ ഋഷി എഴുതി വെച്ചാണ്. ഇതിനെ പറയുന്നതാണ് ശ്വേതജം, ഉദ്ബീജം. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഒരു ഡാർവിനും അടുത്തെത്താൻ പറ്റില്ല നമ്മുടെ അടുത്ത്. നോക്കൂ, നമ്മൾ പഠിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഭാരതം റിസർച്ച് ചെയ്ത പോലെ സത്യം പറഞ്ഞാൽ ഭാഗ്യം കെട്ടൊരു വർഗമാണ് ഹിന്ദു എന്ന ജന്തു. ഈ ഗവൺമെൻറ്റുകളൊന്നും നമ്മുടെ സംസ്കാരം അടുത്ത് പഠിപ്പിച്ചില്ല. നമ്മുടെ ഇത് പഠിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് കണ്ടുപിടിച്ചവരുടെ ഒരു വലിയ സംസ്കാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആർക്കിതൊക്കെ അറിയാം? എന്നിട്ട് ഏതെങ്കിലും ഒരു പൊട്ടൻ വിളിച്ചു പറയുകയാണ് ഇത് മിത്താണെന്ന്, ഗണപതി മിത്താണെന്ന്. എന്നിട്ട് അതിനെ കൊണ്ടു നടക്കാൻ കുറേ എണ്ണവും. മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഹിന്ദു മതത്തെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം ഹിന്ദു സംസ്കൃതിയെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല, നമ്മൾ പഠിച്ചില്ല. ഒന്നാമത് സംസ്കൃതത്തിലും കൂടി എഴുതി വെച്ചു. ആ സംസ്കൃതം കൂടി ആയതുകൊണ്ട് നമുക്ക് സംസ്കൃതം ഒട്ടും പഠിപ്പിച്ചില്ല അവർ. ഒരുപക്ഷെ ഹിന്ദുക്കളെ സംസ്കൃതം കമ്പൽസറിയൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളിന്ന് എവിടെ എത്തുമായിരുന്നു അല്ലേ? ശരിയല്ലേ? അത് നമ്മളെ കുട്ടികളെങ്കിലും നമുക്കിത് പഠിപ്പിക്കാൻ പറ്റിയാൽ. അത് തമാശയായിട്ട് പറയും, ആദി ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹം കാശിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കാരണവർ വയസ്സാകുമ്പോഴാണ് ഈ സംസ്കൃതമൊക്കെ പഠിക്കുന്നത്. അപ്പം പറഞ്ഞു, ഇപ്പം ഇരുന്ന് സംസ്കൃതം പഠിക്കുന്നേക്കാളും നല്ല ഇനിയിപ്പോൾ വല്ലതും ഉപാസന ചെയ്ത് രക്ഷപ്പെടും. ഡുക്രഞ്ജകരണ എന്നുള്ളത് അല്ലേ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രഞ്കരണി. ഡുക്രഞ്കരണ എന്ന സംസ്കൃതത്തിൽ പ്രയോഗമാണ്. ഈ കാരണം ഒരു 19-ാമത്തെ വയസ്സിൽ ഇരുന്നിട്ട് സംസ്കൃതം പഠിക്കുന്ന കണ്ടിട്ടു. നമുക്ക് ഇപ്പോൾ ഉപാസന ചെയ്ത് രക്ഷപ്പെടും, ഗ്രാമർ പഠിക്കേണ്ട ഒരു സമയമല്ല എന്ന് പറയുമ്പോൾ തമാശയിട്ട് പറയും. അപ്പോൾ ഈ കാരണവർ പറഞ്ഞത്രേ, മരിച്ചു കഴിഞ്ഞ് മുകളിൽ പോകുമ്പോഴേ അവിടുത്തെ ദേവീ ദേവന്മാർക്കൊക്കെ സംസ്കൃതം അറിയില്ലോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഇവിടുത്തെ പോലെ സംസ്കൃതത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഒരു സാധനവും അറേബ്യൻ നാടുകളിലും മറ്റു രാജ്യങ്ങളിലും ഭാഷ അറിയാത്തൊരു നാട്ടിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ വെള്ളം പോലും കിട്ടില്ല. ഉണ്ടോ? ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക. തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരുത്തനെ പാമ്പ് കടിച്ചപ്പം ആ തമിഴൻ തന്നെ മലയാളിയെ കൊണ്ട് ആശുപത്രി കൊണ്ടാക്കി. അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, പാമ്പാണോ കടിച്ചതെന്ന്? ഇവൻ പറഞ്ഞു ആമാന്ന്. ആ ഡോക്ടറും മലയാളിയായിരുന്നു. അയാളെന്ത് വിചാരിച്ചു? ഇവൻ ആമയെ കടിച്ചതെന്ന് ട്രീറ്റ് ചെയ്തില്ല, ആൾ ചത്തും പോയി എന്ന് പറഞ്ഞ പോലെ ഭാഷ അറിയില്ലെങ്കിലുള്ള പ്രശ്നം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ലേശെന്ന് കൈവിട്ടാൽ മതി. ആരോ തമാശയായിട്ട് പറഞ്ഞാൽ പറയില്ല. കോൺക്രീറ്റ് നടക്കുകയാണേ. അപ്പം മുകളിൽ കോൺട്രാക്ടർ പുഷ്കരൻ എന്നാണ് അവൻ്റെ പേര്. താഴെ ഒരുത്തം വിളിച്ചോളാം, പുഷ്കരാന്ന് ഉറക്കം വിളിച്ചു. അവൻ വീണു താഴോട്ട്. നോക്കുമ്പോൾ ഒരു ബീഹാറി ഒറ്റ തള്ളിയാണ്. അവൻ കേട്ടെന്ന് വെച്ചാൽ പുഷ്കരോ എന്നാണ് അത്രേ. ഇവനെ താഴെ ഇടാൻ എന്ന് പറഞ്ഞ പോലെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഭാഷ നല്ലോണം അറിഞ്ഞിരിക്കണം. അപ്പം ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രായമാകുമ്പോൾ സമയത്ത് സംസ്കൃതം പഠിച്ചെടുത്ത കാര്യം അല്ല, അവിടെ പോകുമ്പോൾ സംസ്കൃതമൊക്കെ വേണേ. കാരണം ഉർവശി ഇതൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത്, നോക്കണം. അപ്പം പറഞ്ഞു, മനുഷ്യ നിങ്ങൾ നരകത്തിലാണോ പോകുന്നതെങ്കിലും മലയാളം നല്ലോണം അറിയാമെന്ന് തമാശയിൽ പറയണം. അപ്പം മലയാളം പഠിച്ചാൽ ഏത് രാജ്യത്തിലും നമ്മൾ രക്ഷപ്പെടുന്നു പറയുകയാണ്. അപ്പോൾ ഇവിടെ ആ സംസ്കൃത ഭാഷയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ അർത്ഥമായിരുന്നു. വിഷയത്തിലേക്ക് വരാമെന്ന് വിട്ടുപോണ്ട. ഒന്ന് ശ്വേതജം. ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പം, ബാക്ടീരിയകൾ, അണുക്കൾ. ഇതൊക്കെ വെള്ളം ഉള്ളത് കൊണ്ടാണ് അണുക്കൾ രൂപപ്പെടുന്നെങ്കിൽ ആ അണുവിന് രൂപപ്പെടാൻ എന്ത് വേണം? വെള്ളം വേണം. രണ്ടാമത്തെ ഉദ്ബീജം എന്ന് പറയും. ഉദ്ബീജം എന്ന് പറഞ്ഞാൽ വിത്തുകൾ, ചെടികൾ. അപ്പം ചെടികൾക്കുള്ളിലൊക്കെ, വിത്തുകൾക്കുള്ളിലൊക്കെ
വിത്ത് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുളയ്ക്കില്ല. ആ വിത്തിനകത്ത് ഈർപ്പം, ജലാംശം ഉള്ളത് കൊണ്ടാണ് അത് മുളയ്ക്കുന്നത്. അപ്പം ജീവന് വികസിക്കണമെങ്കിൽ എന്ത് വേണം? ഉദ്ബീജം, അത് രണ്ടാം. മൂന്നാമത്തത് അണ്ടജം. അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട. അപ്പം നമ്മൾ പല്ലിയുടെ മുട്ട മുതൽ ഏത് മുട്ട എടുത്ത് നോക്കിയാലും അതിനകത്ത് ജലാംശമുണ്ട്. മുട്ട ഒന്ന് പുഴുങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം കോഴിയുടെ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വിരിയില്ല. കാരണം അതിലെ ജലാംശം അല്ലേ പോയി കഴിഞ്ഞു. അവസാനത്താണ് ജരായുജം. ജരായുജം എന്ന് പറഞ്ഞാൽ ബീജവും അണ്ടവും ചേർന്ന് ഗർഭപാത്രത്തിൽ വളരുന്നതിനെയാണ് ജരായുജം. അപ്പോഴും വെള്ളം വേണം. ഏത് ജീവനെ വികസിക്കണമെങ്കിലും ഇത് ഡാർവിൻ കണ്ടെത്തുന്നതിന് മുമ്പ് പറഞ്ഞ ഋഷിയുടെ സംസ്കാരത്തിലുള്ള ആളുകളാണ് നമ്മൾ എന്ന് നോക്കൂ. എന്നിട്ട് നോക്കൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളുണ്ടല്ലോ ജലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ചടങ്ങുണ്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ. ഒരു കുടത്തിൽ വെള്ളം നിറച്ച്, കണ്ടിട്ടില്ലേ ആ ചടങ്ങ്? എന്താ ചെയ്യുക? ആ കുടം ഒന്ന് പ്രദക്ഷിണമൊക്കെ ചെയ്ത് പിന്നെ അങ്ങോട്ട് പൊട്ടിക്കും. ഇത് ജനറലി അർത്ഥമാക്കേണ്ടത് കുടം ശരീരമാണ്. കാരണം ഇത് മണ്ണാണ്, ഇത് പ്രകൃതിയാണ്. ഇനി അതിൽ നിന്ന് ജലം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പ്രാണൻ മനസ്സോടുകൂടി അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങാണ്, ജലത്തിലേക്ക് ചേരുന്നു എന്നാണ്. അപ്പം എവിടേക്കാണ് ജീവൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലത്തിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? വീണ്ടും ഒരു ജന്മമെടുക്കാനായിട്ട്. അല്ലാതെ അത് നിത്യശാന്തിക്ക് വേണ്ടി പോകുന്നതല്ലത്, ജലത്തിലൂടെയുള്ളൊരു യാത്ര. അങ്ങനെ അത് കൊതിച്ച പുമാൻ, കൊതിച്ച സ്ത്രീ, ഓരോരുത്തരുടെയും സംസ്കാരം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. എന്തായിരിക്കും അടുത്തൊരു ജന്മം നമ്മുടേത്? അറിഞ്ഞിരിക്കണ്ടേ? വേണോ വേണ്ടയോ? അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കാം. അത് ചാവാ നേരത്തെ പരിശീലിച്ചാൽ പോരാ, ഇപ്പോഴേ നമ്മൾ അതൊന്ന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മരണം ഒരിക്കലും ദുരന്തമല്ല. ജീവിതം ദുരന്തമല്ലെങ്കിൽ മരണവും ദുരന്തമല്ല. ജീവിതം ദുരന്തമാക്കിയാൽ മരണവും ഒരു ദുരന്തമാണ്. കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില വഴികളുണ്ട്. ഗീതയിലെ 8-ാം അധ്യായം എടുത്താൽ വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. ഗീതയിലെ 8-ാം അധ്യായം അത് കൃഷ്ണൻ ശരിക്കും നമുക്ക് ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു തരുന്ന അധ്യായമാണ് 8. എനിക്ക് തോന്നുന്നു ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. പ്രായമായവർ പ്രത്യേകിച്ചെടുത്ത് പഠിക്കണം. അപ്പം അവിടെ 8-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകത്തിൽ, 6-ാം ശ്ലോകത്തിൽ, 6-11 ആയിരിക്കും, നോക്ക് നിങ്ങൾ. ഭഗവാൻ പറയുന്നു, 8-ാം അധ്യായം, ഗീതാ പുസ്തകം ഉള്ളവരെനിക്ക് പറഞ്ഞു തരണേ, കൃത്യം ശ്ലോക നമ്പർ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അവിടെ പറയുന്നത് മൂർധനി ആദായ പ്രാണം. അതായത് ശ്ലോകം ഇതാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമ ഇന്ദ്രിയ എന്താണ്? മൂർധനി ആദായ പ്രാണം. കണ്ടോ? 8-11 ആയിരിക്കും. എന്താണ്? 12-ാം ശ്ലോകം ചൊല്ലു. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച. നോക്കൂ, ശ്രദ്ധിക്കൂ. ഇപ്പം ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. സർവദ്വാരാണി സംയമ്യ. സർവദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒന്ന് ഉൾവലിയിച്ച്, എന്ന് വെച്ചാൽ കണ്ണടച്ചും എല്ലാം നട്ടലൊക്കെ നിവർന്നിരുന്ന് എന്ത് ചെയ്യണം? മനോഹൃതി നിരുദ്ധ്യച്ച. മനസ്സിനെ എവിടെ കൊണ്ടുവരണം? ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മനോഹൃതി നിരുദ്ധ്യച്ച. അടുത്തത് മൂർധനി ആദായ പ്രാണം. പ്രാണനെ എങ്ങോട്ട് കൊണ്ടുവരണം? മൂർധാവിലേക്ക്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്നിരുന്ന് ഓങ്കാരം ചൊല്ലി, ശരിക്കും പ്രാണായാമോ അല്ലെങ്കിൽ ഓങ്കാരോ ദിവസവും ചൊല്ലി ഈ മൂർധാവിലുള്ള പ്രാണന് ബലം കൊടുക്കണം. കാരണം അവസാനത്തെ യാത്ര എന്ന് പറയുന്നത് പ്രാണൻ മറ്റ് പ്രാണന്മാരെ വലിക്കുന്നതാണ്. ആ സമയത്ത് പ്രാണന് ബലം പോരാതെ വന്നാൽ, അപാനന് ബലം കൂടിയാൽ പ്രാണന് വലിക്കാൻ പറ്റില്ല. കാരണം അപാനൻ തിരിച്ചു റിവേഴ്സ് ചെയ്ത് കളയും, കൊലാപ്സാവും. നിങ്ങൾ വെന്റിലേറ്ററിൽ കടന്ന് ചത്തുപോകണം. നിങ്ങളെ വെന്റിലേറ്ററിലേക്ക് ഇടുന്നത്
നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അപാനൻ താഴോട്ട് വലിക്കാതിരിക്കണമെങ്കിൽ അപാനനേക്കാൾ ബലം പ്രാണന് കൊടുക്കണം. അതിനാണ് നമ്മൾ ദിവസവും നട്ടെല്ല് നിവർന്ന് ഓങ്കാരം ചൊല്ലി ശീലിച്ചു നോക്കൂ. ഒരു മഹാത്മാക്കളും ശീലിച്ചവരൊന്നും കിടന്നു മരിച്ചിട്ടില്ല. ഞാൻ കണ്ടെടുത്തോളം ഞാൻ എൻ്റെ ക്ലോസ് ഒബ്സർവേഷനിൽ കണ്ട ചില ആൾക്കാർ, അവരൊക്കെ വളരെ 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 പെട്ടെന്ന് നല്ല രീതിയിലൊക്കെ മരിച്ചു. ഞാൻ പറയണത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരെ കുറിച്ചല്ല. സ്പിരിച്വലി കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ശാന്തരായിട്ട് മരിച്ച ആളുകൾ കിടന്നിട്ടൊക്കെയാണ് അവർ മരിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും അവർ കൊലാപ്സ് ആയിട്ടില്ല. മനസ്സിലാവുണ്ടല്ലോ. ഞാൻ ഈ 2022 കണ്ട ഒരു സ്വാമിജി, അദ്ദേഹം ഹരിദ്വാർ ഋഷികേശിലാണ്. അതേ രാവിലെ ഒന്ന് ഇത്തിരി ആരെങ്കിലും എൻ്റെ കൂടെ വന്നിട്ടുണ്ടോ അറിയില്ല, വസിഷ്ഠ ഗുഹയിലൊക്കെ അവിടെ ഒരു സ്വാമിജി ഉണ്ട്. 100 years ആയിരുന്നു സ്വാമിജിക്ക്. 80 years ആയിരുന്നു. അപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ സ്വാമിജി, ഞാൻ ഇടയ്ക്ക് പോവുമായിരുന്നു കോവിഡിൻ്റെ സമയത്ത്. അദ്ദേഹത്തിന് കോവിഡൊന്നും വന്നില്ലെങ്കിലും അന്ന് വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടേക്കൊന്ന് പോവുമായിരുന്നു. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ കാണുന്നുണ്ടായി. ഇദ്ദേഹം രാവിലെ ഇപ്പോൾ ഒരു അസഹ്യത വന്നു, ഒന്ന് കടന്നു, അബോധാവസ്ഥ. കാരണം പ്രായത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്, കുറച്ച് അതായത് ശരീരത്തിന് ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയായപ്പോൾ അദ്ദേഹം പതുക്കെ അങ്ങോട്ട് ഉണർന്ന് നിവർന്നിരുന്ന് ഹരിയോം ഹരിയോം ഹരിയോം. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടേ എന്ന് പറഞ്ഞാൽ പോയി ആള്. എന്തൊരു ആ കണ്ടു നിന്നൊരു കോരിത്തിരിക്കുക. അവരത് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടേ. കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ വരും, ഇങ്ങനെയൊക്കെ മരിക്കാൻ പറ്റുമെന്ന് ആൾക്കാർക്ക്. കൃഷ്ണൻ പറഞ്ഞ എക്സാക്ട്ലി അത് സംഭവിച്ചു. അപ്പോൾ നമ്മളെ ശീലിക്കണത് പലപ്പോഴും ഈ ഓങ്കാരം ചൊല്ലുന്നത് പോലും നമ്മൾ പരിശീലിക്കുകയും വേണം, പരിശീലിപ്പിക്കുകയും വേണം. നമ്മൾ ഓങ്കാരം ചൊല്ലുന്നത് പലപ്പോഴും തൊണ്ട കൊണ്ട് ഓരിയിടുന്നതാണ്. ഇത് ഓരിയിടുന്നവർക്കാരാ? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം തൊണ്ട കൊണ്ട് ഓരിയിടേണ്ട ഒരു പ്രക്രിയയല്ല ഏത്? ഓങ്കാരം. ഓങ്കാരം എന്ന് പറയുന്നത് അപാനനെ പ്രാണനുമായി ചേർക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണ്. അപ്പം നിങ്ങൾ ദിവസവും ഓങ്കാരം ചൊല്ലണം. നമുക്കൊന്ന് ചൊല്ലി നോക്കാം, എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒന്ന് ചൊല്ലി നോക്കാമല്ലോ, ഒന്ന് നിവർന്നിരുന്നിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓങ്കാരം ചൊല്ലുമ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്യേണ്ടത് നിവർന്നിരുന്നു കൊണ്ട് നമ്മുടെ അപാന പ്രാണനെ വലിച്ച് എങ്ങോട്ട് കൊണ്ടുവരണം? പ്രാണൻ. ഇപ്പം നട്ടിലൊന്ന് നിവർത്തിക്കൊണ്ടുവരിക. എന്നാൽ നമ്മൾ കൂടുതൽ ബലം കൊടുക്കരുത്, കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത്, റിലാക്സ് ചെയ്യും വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെയിനിലേക്ക് അടിച്ച് കയറുന്നൊക്കെ കൊണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ ചിലപ്പോൾ സ്ട്രോക്ക് അടിക്കും കുറേ കഴിഞ്ഞാൽ. അത്ര പവർഫുള്ളാണ് ഈ ശക്തി നമ്മൾ കയറ്റി വിടുന്നത്. മനസ്സിലാവുണ്ടോ? കാരണം കുറേ കാലം നിങ്ങൾ ബ്രെയിൻ സിസ്റ്റത്തിന് അത്ര പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഇല്ലാത്തവരെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രശ്നമല്ല. പ്രാക്ടീസ് ചെയ്യാത്തവർ ഒറ്റയടിക്ക് ഇതൊക്കെ ചെയ്യുന്നത് സിസ്റ്റത്തിന് കേടുവരുത്തുക. അതുകൊണ്ട് അങ്ങനെയുള്ളവർ നല്ലോണം റിലാക്സ് ചെയ്യണം ബോഡി. മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാം, ഒന്ന് ചൊല്ലി നോക്കാം. എല്ലാവരും നിവർന്നിക്കുക. ഞാൻ ചൊല്ലും, എന്നിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി. പറയാൻ പറ്റും എത്ര പിടിക്കാൻ പറ്റുന്നുള്ളത്. ശ്വാസം നല്ലവണ്ണം എടുത്ത് നട്ടല് മുകളിലേക്ക് വലിച്ച് കൊണ്ട് ചൊല്ലണം. ഓ മൂർധാവിൽ കൊണ്ടെത്തിക്കണം. കണ്ണടച്ചൊന്ന് ചൊല്ലി നോക്കൂ. കണ്ണടച്ച് ചൊല്ലണം, കണ്ണ് തുറന്ന് ചൊല്ലരുത്. ശീലിച്ചെടുക്കണം. കണ്ണൊന്നുകൂടി അടച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്തു നോക്കാം. ഞാനും ഒരുമിച്ച് ചൊല്ലാം. താഴെ നിന്ന് നട്ടലിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കണം. നട്ടലിനെ
ഒന്ന് വലിച്ചെടുത്താലും മതി. പതുക്കെ 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 വലിച്ചാൽ അറിയാൻ പറ്റും പ്രാണൻ മുകളിലേക്ക് ഉണരുന്നത്, ഉയരുന്നത്. ഒരുമിച്ച് ഓ ശ്വാസം നല്ലവണ്ണം എടുക്കണം. എത്രത്തോളം എടുക്കാൻ പറ്റും അത്രയും എടുക്കണം. എന്നാലേ നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത്രയും നീട്ടി ചൊല്ലാൻ പറ്റുന്നു. നിങ്ങളൊക്കെ സ്ഥിരം പ്രാക്ടീസ് ചെയ്താൽ നിൽക്കും പറ്റും. ശ്വാസം നല്ലവണ്ണം എടുത്ത് ഒരിക്കൽ കൂടി എല്ലാവരും നട്ടെല്ലിനെ മുകളിലേക്ക് വലിക്കണം. അത് മറക്കരുത്. അതാണ് പ്രധാന കാര്യം. നമ്മൾ അപാനനെ പ്രാണനിലേക്ക് ചേർക്കുകയാണ്, അല്ലാതെ വെറുതെ ശബ്ദം ഉണ്ടാക്കില്ല. ഓ അങ്ങനെ ഓംകാരം ചൊല്ലി ശീലിച്ച് അപാനനേക്കാൾ ശക്തി ഏതിന് വരണം? അങ്ങനെയുള്ളവർക്കൊരിക്കലും ഒരു ദുരന്തപൂർണമായ മരണം ഉണ്ടാവില്ല. കാരണം പ്രാണൻ വലിക്കുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ പോരും. നമുക്ക് 2 തരം ചക്കയുണ്ട് നാട്ടിൽ. ഒന്ന് വരിക്ക ചക്കയും മറ്റത് ചിലർ പഴച്ചക്ക എന്ന് പറയും, ചിലർ ഓഴച്ചക്ക എന്ന് പറയും, ഇല്ലേ? പല പേരുകൾ അറിയാം. ആ രണ്ടാമത്തെ സാധനം, ഈ ഓഴച്ചക്ക എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പഴച്ചക്ക എന്ന് പറയുന്ന സാധനം, അതിൻ്റെ നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലി ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ സംഭവം പുറത്തേക്ക് വന്നു, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രാണൻ ഒരു വലി വലിക്കുമ്പോൾ പോകേണ്ട സമയത്ത് പോകണം. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് പോവുക. വേണ്ടേ? വേണോ? അതന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴേ നമ്മൾ പ്രാണന് ബലം കൊടുക്കണം. അതിനാണ് ഓം മൂർധന്യാദായ പ്രാണം. ഗീതയിലെ 12ാമത്തെ ശ്ലോകമാണ് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. എന്താ കൃഷ്ണൻ പറഞ്ഞത്? സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുത്യജ മൂർധനി ആദായ പ്രാണം. പ്രാണനെ എങ്ങോട്ട് കൊണ്ടുവരണം? മൂർധനി. അതിനെ മൂർധാവിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം മരണം എന്നത് മൂർധാവിലൂടെയാണ് സംഭവിക്കുന്നത്. മരണം എന്നത് നേരിട്ട് ആരെങ്കിലും അടുത്ത് ആരുടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ മരിക്കുന്ന സമയത്ത് വലിച്ച് മുകളിലേക്ക് വലിച്ചാണ് പോവുക. ആണോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ടോ? മരണത്തെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തവർ എത്ര പേരുണ്ട്? മരിക്കുന്ന സമയത്ത് പ്രാണനെ മുകളിലേക്ക് വലിച്ച് അങ്ങനെയാണ് ആൾ മരിക്കുക. കാരണം പ്രാണൻ വന്നിരിക്കുന്നത്, ഈ മനസ്സിനെ ഈ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏതിലൂടെയാണ്? മൂർധാവിലൂടെയാണ്. 31ാമത്തെ ഒന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം ഭാഗവത്തുനിന്ന്. അപ്പോൾ ഒരു ജീവൻ അതിൻ്റെ യാത്ര തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കലലം തൂ ഞാൻ വായിക്കുന്നത് 3ാം സ്കന്ധത്തിലെ 31ാമത്തെ 2ാമത്തെ വരിയാണ്. കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ പുത്ഭുതം ദശാഹേന കർക്കന്തു പേഷ്യണ്ടംബ തതപ്പരം. കണ്ടു? പിന്നെ അടുത്ത വരി പറയുന്നത് മാസേന ശിരോ. ആദ്യം തന്നെ ആ കുട്ടിയുടെ എംബ്രിയോ രൂപപ്പെടുത്തുന്നത് ശിരോ. എന്താണ്? തലയിൽ നിന്നാണ് രൂപപ്പെടുത്തുന്നത്. ഒരു കുട്ടി വളർന്നു വരുന്നത് എവിടെ മുതൽ? തല മുതലാണ്. ഇപ്പം എന്താ ഈ തല മുതൽ വളർന്നു വരാൻ കാരണം? ഈ തല വളരുന്ന സമയത്ത് തലയോടിൻ്റെ
ഒരു സുഷിരമുണ്ട്. ചെറിയ കുഞ്ഞു വാവകൾ തല തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു പാർട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മരന്ധ്രം. എന്താണ്? ഈ സുഷിരത്തിലൂടെയാണ്, ഇപ്പം നമ്മുടെ തലയിലൊക്കെ ഈ സുഷിരമുണ്ട്. ഇനിയിപ്പോൾ മാന്തി നോക്കണ്ട. അതുകൊണ്ടാണ് നമ്മളൊക്കെ വേർത്ത് കഴിഞ്ഞാൽ എല്ലാവരും വേർപ്പു ജലദോഷമൊക്കെ ആവാതിരിക്കാൻ, നീരുവീഴ്ച പിടിക്കാതിരിക്കാൻ എന്തു ചെയ്യും? രാസ്നാദിപ്പൊടി എടുത്തിട്ട് ഇവിടെ തേക്കും. ഇവിടെ തേച്ച് കഴിഞ്ഞാൽ അവിടെ നീർവീഴ്ച പിടിക്കില്ല. ചിലരതിനിവിടെ കൊണ്ട് തേക്കും. ഇവിടെ മൂർധം എന്ന് പറയുന്ന സാധനം ഈ ബ്രഹ്മരന്ധ്രം ഉള്ളിടത്താണ്. ഈ മഹാന്മാരൊക്കെ, സന്യാസിമാരൊക്കെ സമാധിയിൽ ഒരു തേങ്ങ എടുത്തിട്ട് തലയ്ക്കൊരടി കൊടുക്കും. അപ്പം അവിടെ നിന്ന് ആ ഒരു എന്താണ് പറയുക, സ്കള്ളൊന്ന് പൊട്ടി, അപ്പോൾ ആ പ്രാണനൊക്കെ പുറത്തേക്ക് പോകും. കാരണം അവരുടെ ശരീരം സമാധിയിരുത്തുകയാണ്. അപ്പം സമാധിയിരുത്തുമ്പോൾ ഇതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ആ പ്രാണൻ മുഴുവൻ വിട്ടുപോവില്ല. അപ്പം ആ ബോഡി ബൾജ് ചെയ്ത് ചിലപ്പം പൊട്ടി അപകടത്തിലാവും. അപ്പം ദുർഗന്ധമൊക്കെ വരാതിരിക്കാൻ അപ്പം ആ ശരീരത്തിലുള്ള പ്രാണനെ മുഴുവൻ വലിച്ചെടുക്കുക. ഇപ്പോഴത്തുണ്ടല്ലോ ഈ കുറേ ഫ്രൂട്ട്സൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വരുന്നത്, എയർ കംപ്ലീറ്റ് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിന് പറയുക? എയർ ടൈറ്റ് പാക്കിംഗ് ആയിട്ട്. കണ്ടിട്ടുണ്ടോ? കംപ്ലീറ്റ് വാക്യൂം ചെയ്യും ആ ഫ്രൂട്ട്സ് സാധനത്തിൽ നിന്ന്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ അവരങ്ങനെ ചെയ്യും ബോഡി, എന്നിട്ട് അയാളെ സമാധിയിരുത്തും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, കുട്ടിയുടെ തല രൂപപ്പെട്ട് ഈ സുഷിരത്തിലൂടെയാണ് ജീവാത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെയാണ് പ്രാണൻ സ്പ്രെഡ് ചെയ്ത് വളരെ പോകുന്നത്. അപ്പം വന്നത് മുകളിലൂടെ ആയതുകൊണ്ട് പോകുന്നതും മുകളിലൂടെയാണ്. അപ്പം നമ്മൾ ആ പ്രാണനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ? പറയൂ. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അന്ധമായ പ്രാർത്ഥനയാണോ വേണ്ടത്? ഇത്തരം പ്രാക്ടീസാണോ വേണ്ടത്? പറയൂ. മൂർധന്യാദായ പ്രാണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കണം. ഇനി അടുത്ത വരിയും കൂടി നോക്കാം. മൂർധനി ആദായ പ്രാണം. അടുത്ത വരി എന്താണ്? മൂർധന്യാദായ പ്രാണം. ഓ, നിങ്ങൾ കൂടെ വന്നില്ല. യോഗധാരണ. ആ ശ്ലോകം കഴിഞ്ഞു. അടുത്തത് ഓമിത്യേകാക്ഷരം ബ്രഹ്മ. അപ്പൊ ഈ പ്രാണനെ മൂർധാവിലേക്ക് എത്തിക്കാൻ എളുപ്പവഴി എന്താ? ഓം നീട്ടി ചൊല്ലി ശരിക്കന്നെ. ഓം ഡെയിലി ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. ആരാണോ ഡെയിലി അനുസ്മരിക്കുന്നത്, യപ്രയാതി സദ്ഭാവം, യപ്രയാതി ത്യജന്തേഹം സയാതി പരമാം ഗതിം. അവരുടെ ഗതി പരമമായ ഗതിയായിരിക്കും. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഗതി കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗതി എന്തായി മാറും? അധോഗതിയായി മാറും.